ഇതിപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്ന സമയമോ വരുന്ന സമയമോ അല്ല. എന്നാലും റോഡിലൊക്കെ വലിയ തിരക്കാണ്. ജോലിക്കല്ലാതെ ഈ ആളുകൾ ഇത്രയും എങ്ങോട്ടാണ്? ഓരോരുത്തർക്കും അവരുടെ യാത്രയ്ക്ക് ഓരോരോ കാരണങ്ങളുണ്ടാവും. ഈ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന എനിക്കുമുണ്ട് ഒരു കാരണം. ഞാൻ ഒരു കള്ളനാണ്. കള്ളൻ എന്ന് പറഞ്ഞാൽ പോരാ, പഠിച്ച കള്ളൻ. വളരെ നന്നായി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ കളവ് ചെയ്യാറ്. അതാണ് പഠിച്ച കള്ളൻ എന്ന് പറഞ്ഞത്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ചിലപ്പോൾ ഞാനും പിടിയിലാവുമായിരിക്കും. ഞാൻ കൊച്ചിയിലെത്തിയിട്ട് അധികമായില്ല. എത്തിയ ആദ്യത്തെ 5 ദിവസം ഒരു 4 സ്റ്റാർ ഹോട്ടലിലായിരുന്നു എൻ്റെ താമസം. കാശധികം ഉണ്ടായിട്ടല്ല. 4 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നവരൊക്കെ വലിയ കുഴപ്പമില്ലാത്തവരാണെന്നാണ് പൊതുവെ പോലീസിൻ്റെ ഒരു ധാരണ. മാത്രമല്ല, അവിടെ താമസിക്കുന്നവരെ ഓടിക്കയറി കഴുത്തിന് കുത്തിപ്പിടിക്കുകയുമില്ല. ആ 5 ദിവസത്തിനുള്ളിൽ ഞാനൊരു ചെറിയ വാടക വീട് സംഘടിപ്പിച്ചു. ബാച്ചിലേഴ്സ് താമസിക്കുന്നയിടം ഞാൻ എടുക്കാറില്ല. അത് അപകടമാണ്. ചെറിയൊരു കുടുംബാന്തരീക്ഷമായാൽ ആരും സംശയിക്കയില്ല. രാവിലെ ഒരു ബാഗുമായി ഞാൻ ഇറങ്ങും. സന്ധ്യയായിട്ടേ തിരിച്ചെത്തൂ. CCTVയുടെ സെയിൽസും സർവീസുമാണ് എനിക്ക് ജോലി എന്നാണ് ഞാൻ വീട്ടുടമയോട് പറഞ്ഞിരിക്കുന്നത്. കമ്പനി അങ്ങ് ഡൽഹിയിലുള്ള ഒന്നെന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡും കാണിച്ചു. ഇത്തവണ ഒരു ATM കവർച്ചയാണ് എൻ്റെ ലക്ഷ്യം. 1 അല്ല 2. രണ്ട് ATMകളാണ് ഞാൻ അതിനായി നോട്ടമിട്ടിരിക്കുന്നത്. CCTVയുടെ സെയിൽസും സർവീസുമാണ് എനിക്ക് ജോലി എന്ന് പറഞ്ഞത് വെറുതെയല്ല. മോഷ്ടിക്കാനിരിക്കുന്ന ATMൻ്റെ പരിസരത്ത് ഏതെല്ലാം കടകളിൽ CCTV ഉണ്ടെന്ന് ഞാൻ അന്വേഷിക്കും. മോഷ്ടിക്കുമ്പോൾ അത്തരം കടകളുടെ മുന്നിൽ വണ്ടിയിട്ട് പോലീസിന് പണി എളുപ്പമാക്കേണ്ട എന്നതാണ് അതിന് പിന്നിലെ ഉദ്ദേശം. കാര്യം തലമൂടുന്ന ഹൂഡിയും കൂളിംഗ് ഗ്ലാസും കോവിഡിൻ്റെ പ്രതിരോധ മാസ്കും വെച്ചാൽ സ്വന്തം തന്തക്ക് പോലും പിടികിട്ടില്ല അതാരാണെന്ന്. കാര്യം മോഷ്ടിക്കാനിറങ്ങുന്നത് എൻ്റെ വണ്ടിയിലൊന്നുമല്ല എങ്കിലും അതിന് ഞാൻ ഒരു വണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. പള്ളിയുടെ അടുത്ത് ഒരു കാർ രാവിലെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉടമ ബസ്സിൽ കയറി പോകുന്നത് കാണാം.
ആൾ പിന്നീടെത്തുന്നത് വൈകിട്ടാണ്. അത്രയും സമയമേ എനിക്ക് ആ വണ്ടി കൊണ്ട് ആവശ്യമുള്ളൂ. രണ്ടാമത്തെ ATMൽ നിന്ന് കുറേ അകലെ മാറി ഞാൻ എൻ്റെ ബുള്ളറ്റ് ഇട്ടിട്ടുണ്ടാവും. കാറിൽ നിന്ന് ഇറങ്ങുന്ന എൻ്റെ വേഷം പഴയ ഹൂഡിയും കൂളിംഗ് ഗ്ലാസും ഒന്നും ആയിരിക്കില്ല, മറ്റൊന്നായിരിക്കും. നാളെയാണ് ഞാൻ മോഷണത്തിന് തിരഞ്ഞെടുത്ത ആ ദിവസം.